ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ, ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. ഒരു അക്കൗണ്ടാണത്, അത് അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. വീണമോൾക്ക് വേണ്ടി ജയിലിൽ പോയ കമ്മികളെ നന്ദിയുണ്ട്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയുണ്ട് എന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായിട്ട് ഇ ഡി അന്വേഷണം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാ, കൃത്യമായിട്ട് ഇ ഡി അന്വേഷണം അത് പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമായിരുന്നില്ല, അത് മുഹമ്മദ് റിയാസിനെതിരെയുള്ള അന്വേഷണമായിരുന്നില്ല, മറിച്ച് അത് തൈക്കണ്ടി വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനോടൊന്നും മിണ്ടുക പോലും ചെയ്യാത്തത്. കവ എന്നൊരക്ഷരം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പിണറായി വിജയനോട് ചോദിച്ചിട്ടില്ല. പിണറായി വിജയന്റെ വീട്, അതായത് മകൾ അവിടെ താമസിക്കാറുണ്ട്, ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാറുണ്ട്, ഇവിടെ ഞങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടങ്ങളിലൊക്കെ റെയ്ഡ് ഉണ്ടാകൂ അല്ലേ? അപ്പോൾ റെയ്ഡും അന്വേഷണവും പിണറായി വിജയനെതിരെയല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് CPM-ന്റെ ഈ പറയുന്ന നേതൃത്വത്തിന് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, ഇത് വീണക്കെതിരെയുള്ള അന്വേഷണമാണ് എന്നൊന്നും അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്താണ്, അത് പിണറായി വിജയനും അറിയാം. പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്കെതിരെയാണ് അന്വേഷണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിണറായി വിജയൻ ആകെ പറഞ്ഞത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. ഈ ഇഡി റെയ്ഡുമായി ബന്ധമുള്ള നരേന്ദ്രമോദിയെ കുറിച്ചോ BJP-യെ കുറിച്ചോ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിണറായി വിജയന്റെ ബോധ്യം എന്താ, ഇത് തനിക്കെതിരെയുള്ള അന്വേഷണമല്ല, ഇത് മകൾക്കെതിരെയുള്ള അന്വേഷണമാ. അത്രയേ ഉള്ളൂ പിണറായി വിജയന്റെ ബോധ്യം. അല്ല, അതിനപ്പുറം ഒരു ബോധ്യം കൂടിയുണ്ട്. എന്താണ്, മകൾ 8 നിലയിൽ പെട്ടു എന്നുള്ള ബോധ്യം കൂടിയുണ്ട്. ഇനി മകളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കൂടി പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇതിനെ പാർട്ടിക്കെതിരെയുള്ള ഒരു അന്വേഷണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്, അങ്ങനെ വരുത്തി തീർക്കാൻ, അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് കൃമികീടങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീണ ജയിലിൽ പോയോ? ഇല്ല. വീണയുടെ പേരിൽ എന്തൊക്കെയുണ്ട്? കോടാനുകൂടി സ്വത്തുക്കളുണ്ട്. ഈ കൃമികീടങ്ങളുടെ പേരിലോ ഒരു ചുക്കുമില്ല. ജയിലിൽ പോയോ കൃമികീടങ്ങൾ? പോയി. എന്താ കേസ്? കൊലപാതക ശ്രമം. ഇഷ്ടിക കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി, ED-യെ തടഞ്ഞു, ആക്രമിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആർക്ക് നഷ്ടം? കൃമികീടങ്ങൾക്ക് നഷ്ടം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിണറായി വിജയന്റെ മകൻ ഇങ്ങനെ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ദുബൈയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലെത്തിയോ? ഇല്ല. പിണറായി വിജയന്റെ മൂത്ത മകൻ അവിടെ വലിയ ഫാമിലി സെറ്റിൽഡ് ആയിട്ട് വലിയ ഒരു ബിസിനസ് നടത്തി വലിയ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുക. അന്തംകമ്മി അടിമകളോ ഇന്ന് വരെ ദുബൈ കണ്ടിട്ടില്ല. കൃമികീടങ്ങൾക്ക് ദുബൈ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനത്തെ ആളുകൾ ഇപ്പൊ ജയിലിലാണ് കിടക്കുന്നത്. പിണറായി വിജയൻ എന്തായാലും മാന്യത കാണിച്ചു, വാർത്താ സമ്മേളനം നടത്തിയിട്ട് കൃമികീടങ്ങളെ, വീണമോൾക്ക് വേണ്ടി ജയിലിൽ പോയ കൃമികീടങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിണറായി വിജയൻ നോക്കുമ്പോൾ പാർട്ടിയുടെ മെമ്പറല്ല, പാർട്ടിയുടെ പ്രതിഷേധ പരിപാടികളിലോ സമരങ്ങളിലോ അടികൊള്ളാനോ പോലീസിൻ്റെ അടികൊള്ളാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും വീണയെ എവിടെയും പറഞ്ഞു വിട്ടിട്ടില്ല. പാർട്ടിയുടെ മെമ്പർ പോലുമല്ല, മെമ്പർഷിപ്പ് ഇല്ലാത്ത മകളാണ് വീണ. അപ്പോൾ ആ വീണയ്ക്ക് എതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇതിൽ വീണ അടപടലം മൂഞ്ചും, വീണയെ പൂട്ടും, ED പൂട്ടും വീണയെ. ഇത് ഈ ഒരു കേസ് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പലപ്പോഴും ED ആണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണെങ്കിലും എന്തിന് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കേരളത്തിലെ പോലീസും കേരളത്തിലെ വിജിലൻസും പിണറായി വിജയന്റെ ചട്ടുകമായി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് പല കേസുകളിൽ. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല കെട്ടിച്ചമച്ച കേസുകളും പോലീസിന്റെ ആക്രമണങ്ങളും എത്ര ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് അത്രയും മോശമാണ് എന്നാണോ? അല്ല. എന്നാൽ ഒരു പടിക്ക് മുകളിൽ ED ചെയ്യുന്നതെല്ലാം വലിയ കൃത്യതയാർന്ന നിയമാനുസൃതമായ പരിപാടിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല.
പക്ഷേ തൈക്കണ്ടി വീണക്കെതിരെയുള്ള കേസിൽ ഇഡിയുടെ വഴികളൊക്കെ അത്രയൊക്കെ ഒരു ഏകദേശമൊക്കെ ശരി തന്നെയാണ്. ഇതിൽ വീണ പൂട്ടും വീണപ്പെടും എന്നുള്ള കാര്യം വിജയൻ ഉറപ്പാ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? വീണയുടെ മടിയിൽ കനമുണ്ട് എന്നുള്ളത് തന്നെയാ. അപ്പം അതിനെ ചെറുക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? നിയമവഴിയിൽ പോയാൽ ഇതിനെ ചെറുക്കാൻ കഴിയില്ല. നിയമത്തിൻ്റെ വഴിയിൽ പോയാൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം വീണ വാങ്ങിയിരിക്കുന്ന CMRൽ നിന്ന് വാങ്ങിയിരിക്കുന്ന പണം അത്രയും അത് അവിഹിതമാണ് എന്നുള്ളതാണ്. അപ്പം അവിടെ പിന്നെയുള്ള വഴി എന്താ? കൃമികീടങ്ങളെ ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പയറ്റി നോക്കുക. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ? കാര്യമില്ല. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഈ റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പിണറായി വിജയനോട് ഒരു കമ എന്നൊരു അക്ഷരം ചോദിച്ചിട്ടില്ല. അപ്പോൾ പിണറായി വിജയനെതിരല്ല എന്ന് പിണറായി വിജയൻ ഇന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ED റെയ്ഡ് നടന്നത് പിണറായി വിജയനെതിരല്ല. എന്നാൽ പിണറായി വിജയൻ ആദ്യമായിട്ട് ഈ ED റെയ്ഡ് കഴിഞ്ഞ ഉടനെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്താ പറഞ്ഞേ? നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞോ? RSSന്റെ പേര് പറഞ്ഞോ? BJPയുടെ പേര് പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പേരല്ലേ, കോൺഗ്രസിന്റെ പേരല്ലേ. എന്തുകൊണ്ടാ? മകളെ രക്ഷിക്കണേ ഊമ്പണം ഇരുന്നിട്ട് ആ ബോധ്യം പിണറായിക്കുണ്ട്. അത് തന്നെയാണ് പിണറായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൃമികീടങ്ങളോടാണ്. ഇപ്പം ഇന്നലെ കുറേ കൃമികീടങ്ങൾ തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെ ആയിട്ട് കുറേ കൃമികീടങ്ങൾ റിമാൻഡിലായിട്ടുണ്ട്, ജയിലിലായിട്ടുണ്ട്. ഈ കൃമികീടങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെറ്റുകളുടെ ഒരു ഗതികേട്. തൈക്കണ്ടി വീണയുടെ പേരിൽ ഉള്ള അത്രയും ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം, ബാങ്ക് അക്കൗണ്ടുകൾ ഇവറ്റുകളുടെ ആരെങ്കിലും പേരിലുണ്ടാ? അതിലുള്ള പണം ഇവരുടെ ആരുടെങ്കിലും പേരിലുണ്ടാ? അതിലുള്ളത് പണമായിട്ടാ. തൈക്കണ്ടി വീണയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം മാത്രമല്ല. എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എവിടെ നിന്നാണ് തൈക്കണ്ടി വീണയ്ക്ക് ഇത്രമാത്രം പണം വന്നത്? തൈക്കണ്ടി വീണ എങ്ങനെയാണ് ഇത്ര വലിയൊരു ബിസിനസ്സുകാരിയായത്? ഇത്ര വലിയ കമ്പനിയുടെ ഉടമയായത് എങ്ങനെയാ തൈക്കണ്ടി വീണ? എന്താ അതിൻ്റെ അടിസ്ഥാനം? കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന തന്തയുടെ അധികാരവും സ്വാധീനവും വെച്ച് പലതും വെറുതെ കിട്ടും പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. ഏതുപോലെ ഇപ്പം CMRൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഒരു പണി എടുക്കാണ്ട് വന്നില്ലേ? അതുപോലെ പലതും ഇങ്ങനെ ഫ്രീ ആയി വന്നുകൊണ്ടതാ. അപ്പം ഈ ഫ്രീ ആയി വരുന്നതിനൊക്കെ ഒരു സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊരു ആധികാരികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി തുടങ്ങി. ബിസിനസ്സാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. തൈക്കണ്ടി വീണക്കൊരു ബിസിനസ്സും ഇല്ല. ഉണ്ടെന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, ഉണ്ടെന്ന പേരിൽ ഒരു ഓഫീസ് തുറന്നു വെച്ചു. അപ്പം എന്താണ് ഈ വരുന്ന പണങ്ങളൊക്കെ ഇതെന്താക്കാൻ പറ്റും? ഇത് ബ്ലാക്ക് വരുന്നത് വൈറ്റ് ആക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ തൈക്കണ്ടി വീണക്ക് ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്നാ പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആയിട്ട് 1,73,00,000 രൂപ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മീൻസ് ബാങ്ക് ട്രാൻസാക്ഷൻ വഴി കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബ്ലാക്കായിട്ട് വീണയ്ക്ക് എത്ര രൂപ വന്നിട്ടുണ്ടാകണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1,73,00,000 വന്നത് അതെന്തിനാ അങ്ങനെ? അത് പലതിനെയും വെളുപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. അതല്ലാതെ ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഒരു ദിവസം ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് അറിയാത്തത് കൊണ്ടൊന്നല്ല. അത് പേർപ്പസ്ഫുള്ളി അത് അങ്ങനെ തന്നെ ചെയ്തതാ. കാരണം കയ്യിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന കോടാനുകോടി രൂപയെ വൈറ്റാക്കി മാറ്റാനുള്ള ഒരു പണിയാണിത്. എന്ന് പറഞ്ഞാൽ CMRൽ മാസപ്പടിയായിട്ട് നൽകിയ ഈ 1.73 എന്ന് പറയുന്ന ക്രോർ, അത്രയും എമൗണ്ട് അത് ശരിക്കും വീണക്ക് കിട്ടിയതിൻ്റെ, പലയിടങ്ങളിൽ നിന്ന് കിട്ടിയതിൻ്റെ ഒരു 10-1 പോലും ആകുന്നില്ല. പക്ഷേ ഇതെന്തിനാ ഇങ്ങനെ ഇത്രയും വലിയ, ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, ഇത്രയും വലിയ പൊട്ടത്തരം ചെയ്യുമോ? ഇങ്ങനെ പൈസ വാങ്ങുന്നത് ബാങ്ക് ട്രാൻസാക്ഷൻ വഴി ആരെങ്കിലും ചെയ്യുമോ? അല്ലേ? ഏത് കുട്ടിക്കും അറിയുന്ന കാര്യമല്ലേ? ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനുമുള്ള ഒരു രേഖയാണ് എന്നറിയുന്നൊരു വ്യക്തിയല്ലേ? എന്നിട്ടും എന്തേ തൈക്കണ്ടി വീണത് അങ്ങനെ ചെയ്തത്? അത് കാര്യം അത് കയ്യിൽ വന്ന് കുമിഞ്ഞു കൂടുന്ന കോടാനുകോടി രൂപകളെ വൈറ്റാക്കുവാനുള്ള ഒരു പ്രോസസ്സിങ് മാത്രമാണ് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ.
വീണയുടെ പല കമ്പനികളുണ്ട്, പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. വീണക്ക് ഒരു കമ്പനികളുണ്ട്, പേരിന് കമ്പനികളുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ ബ്ലാക്കുകളെ വൈറ്റ് ആക്കാനുള്ള ഒരു സോഴ്സ് മാത്രമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ 1.73 എന്ന് പറയുന്നത്, 1,73,00,000 രൂപ എന്ന് പറയുന്നത് എന്തിന് വാങ്ങി, എന്തിന് ലഭിച്ചു എന്ന് ഒരു മറുപടി പറയാൻ കഴിയാത്തത് അതുകൊണ്ടാ. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെങ്കിലും വീണമോൾക്ക് വേണ്ടിയിട്ട് കൃമികീടങ്ങൾ പുറത്തിറങ്ങി ജയിലിലും പോയി. എന്നാ വീണമോൾക്കൊരു പ്രശ്നമില്ല. വിവേക് മോന് ഒരു പ്രശ്നവുമില്ല. വിവേക് മോനും പിന്നെ എല്ലാം വിദേശത്താണ്. വിവേക് മോൻ്റെ പരിപാടിയൊന്നും രാജ്യത്തിനകത്തില്ല, ഇന്ത്യയിലില്ല, എല്ലാം പുറത്താ, വിദേശത്ത്, ദുബൈയിലാണ്. വീണമോൾ ഇവിടെ കിട്ടുന്നത് വൈറ്റാക്കിയിട്ട് ദുബൈയിലേക്ക്, അവിടെ എല്ലാം കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ എല്ലാം സേഫാണല്ലോ. ഇവിടുത്തെ പോലെ അവിടുത്തെ ഓഫീസിലേക്ക് ഇടിക്ക് പാഞ്ഞു വന്ന് തപ്പി പിടിക്കാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ദുബൈ ബേസ്ഡ് ആണ്. ദുബൈ, ന്യൂയോർക്ക്, ലണ്ടൻ, ഈ 3 കേന്ദ്രങ്ങൾ, ഈ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ബിസിനസ് അത്രയും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിണറായി വിജയന് നിങ്ങൾ കാണുന്നത് പോലെ ഒരു വെള്ള ഷർട്ടും ഒരു വെള്ള മുണ്ടും ഇട്ട് നടക്കുന്ന മനുഷ്യനൊന്നുമല്ല. പിണറായി വിജയൻ്റെ കയ്യിലുള്ള പൂത്ത കാശൊക്കെ കേരളത്തെ ഒന്നടങ്കം വാങ്ങാനുള്ള കാശുണ്ട്. സാക്ഷാൽ യൂസുഫ് അലിയെ പോലും തൂക്കി വാങ്ങാനുള്ള കാശ് പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ എന്താ പ്രശ്നം? ഇതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റൂല. കാരണം കാണിച്ച ചോദ്യം വരൂലേ, ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ ഉണ്ടാക്കി, എന്താണ് സോഴ്സ് ഇല്ല. കാരണം ഇത് പല ആളുകൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ വാങ്ങിയ പണങ്ങളാണ്. അതിൽ 1000-ൽ 1 മാത്രമാണ് ഈ CMRL 1.73 crore നൽകി എന്ന് പറയുന്ന വീണയുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം എന്ന് പറയുന്നത്. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ കാര്യങ്ങൾ.